ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മളിവിടെ പിടിക്കുക. ഇവിടെ പിടിച്ചതിന് ശേഷം നമ്മൾ ഷർട്ടിലോ അല്ലെങ്കിൽ ടീഷർട്ടിലൊക്കെ പിടിച്ചതിന് ശേഷം ഇവിടോട്ട് കുത്തുന്ന ഒരു സിറ്റുവേഷന് അല്ലേ, സാധാരണ നമുക്ക് വരാറുള്ള സംഗതി തന്നെ. അപ്പോൾ പല ടെക്നിക്സും പല അറ്റാക്കുകളും നമ്മൾ അല്ലേ അതിനൊക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വീഡിയോസിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം എന്താണ് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പല രീതിയിലും പല ടെക്നിക്സും ചെയ്യാം. നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒന്ന് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ കണ്ടില്ലേ നമ്മളെ സ്റ്റൊമക്കിലേക്ക് അല്ലേ ഇങ്ങനെ കുത്തുകയാണ്, അതായത് പഞ്ച് ചെയ്യുന്നൊരു സാഹചര്യം. ഇത് നല്ല ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അല്ലേ ഇതിലാൾ പിടിച്ചു നിൽക്കുന്നുണ്ട്, നമുക്ക് ഒരിക്കലും ബാക്കോട്ട് ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ച് വരുന്ന സമയത്ത് അല്ലെ, ഈ വരുന്ന സമയത്ത് തന്നെ നമ്മളെ കാലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ലെഗ് കണ്ടില്ല, ലെഗ് മൂവ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇത് ചെയ്യും. നമുക്ക് ബ്ലോക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ തട്ടിയിട്ടൊക്കെ ഒഴിവാക്കാം. ചിലപ്പോൾ കാണാൻ സാധ്യത ഇല്ല, കാരണം ഈ കഴിയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഒരു വിഷയം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം സംഗതി. ഓക്കെ, പക്ഷെ എന്തായാലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നല്ല ശ്രദ്ധിക്കുക. ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പഞ്ച് വരുന്ന ഈ സ്പോട്ട് ഇവിടെയുള്ള ഇത് നമ്മളിങ്ങനെ മാറിക്കൊടുത്താൽ പഞ്ച് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോകും. ഇതിവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ പഞ്ചടിക്കുന്ന സമയത്ത് ഇതാണ് ചെയ്യേണ്ടത്. ഇനി ചിലപ്പോൾ നമ്മൾ മാറുന്നതനുസരിച്ച് ചിലപ്പോൾ ആൾ പഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറലും ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്യലും കൂടി ചെയ്യാം. അല്ല, വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യണം സംഗതി. സ്പോട്ടിൽ അല്ലേ അപ്പം തന്നെ ചെയ്യണം, സെയിം ടൈമിൽ ചെയ്യണം. ഓക്കെ, ശത്രു ഒരിക്കലും ഇത് വിടൂല. കാരണം എന്താ, ഇതിൻ്റെ ബലത്തിൽ പിടിച്ചുകൊണ്ട് കുത്താനുള്ള പരിപാടികാരം, പഞ്ചടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബ്ലോക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലെഗ് എടുത്ത് വെക്കും ചെയ്യാം. കണ്ടില്ലേ, ഈ ലെഗ് എടുത്ത് വെക്കുക. നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ചാൽ മതി. കുറച്ച് കൂടുതൽ എടുത്തേക്കണേ അങ്ങനെ എടുത്തേക്കാം. നമ്മൾ ഈ പഞ്ച് വരുന്നത് നമ്മളാണ്ട് ഒഴിവാക്കിയാൽ മതി. ചെയ്യുക 1 കണ്ടാ, സെയിം ടൈമിൽ ചെയ്യണം. കണ്ടാ, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മളെ ഫുട് വർക്കാണ് ആദ്യം ചെയ്യാനുള്ളത്. നമ്മളിങ്ങനെ നിൽക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കാല് ഇങ്ങനെ എടുത്ത് വെക്കുക അല്ലേ, നല്ല ശ്രദ്ധിക്കുക. ഇങ്ങനെ നിൽക്കുന്നത് അല്ലെ ആളെ നേർക്ക്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ലെഗ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലോട്ട് എടുത്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ചെയ്യുന്നത്, നമുക്ക് വീഡിയോ ലെങ്ത് കിട്ടാനല്ല. സംഗതി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ ഫുട് വർക്ക് നിങ്ങൾ പഠിക്കാൻ ഒരിക്കലും ഇത് ചെയ്യാൻ സാധ്യതയല്ല. കാരണം പിന്നെ നല്ലോണം പ്രാക്ടീസും ചെയ്യണം, ഒരുപാട് പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കാലിൻ്റെ എടുത്ത് വെക്കുക, ഒരു സ്റ്റെപ്പ്. ദെൻ അടുത്തൊരു ഫുട് വർക്കും കൂടി ഇതിൽ വരുന്നുണ്ട്. 2 സ്റ്റെപ്പ് എടുത്ത് വെക്കണം നമ്മൾ. ക്യാച്ച് ചെയ്യാം. നല്ല ബലത്തിൽ പിടിച്ചിട്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ അടിക്കാൻ മറ്റുള്ള സംഗതികളൊക്കെ ചെയ്യട്ടോ. പക്ഷേ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഓക്കെ, പഞ്ചടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചു. ഇനി നമ്മൾ ഈ ലെഫ്റ്റ് ലെഗ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടാ, ആളെ ലെഗിൻ്റെ ഇവിടെ എടുത്ത് വെക്കരുത്, ആളെ ഇതുണ്ടല്ലോ ഒപ്പോണൻ്റെ ലെഗിൻ്റെ ഈ ഭാഗത്തേക്ക് എടുത്ത് വെക്കണം. ഈ കൈ വിടും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പാണ്. അതായത് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചു, ദെൻ സെയിം ടൈമിൽ ഇങ്ങോട്ട് തന്നെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ആ ഫുട് വർക്ക് നല്ലോണം ശ്രദ്ധിക്കാം. ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇത് അല്ലേ, ദെൻ സെക്കൻഡ് ഇത്. ഇപ്പോൾ 2 വർക്ക്, അതായത് ലെഗ് കൊണ്ട് നമ്മൾ ഫുട് വർക്ക് ചെയ്യുന്നത് നല്ല ശ്രദ്ധിക്കുക. 1 2 കണ്ടാ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കുക. ഒന്നുകൂടി ചെയ്യാം. ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ സെയിം ടൈമിൽ ബ്ലോക്ക് ചെയ്തു. കണ്ടാ, ഈ കാല് ഇവിടെ എടുത്ത് വെച്ചു. അപ്പോൾ കൈ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്ക് ഇതൊന്ന്, സെക്കൻഡ് നമ്മൾ ഫുട് വർക്ക്. അപ്പോൾ ഈ ബ്ലോക്കും ഫുട് വർക്കും കൂടി കാലെടുത്ത് വെക്കുന്നതും ഒരേ സമയം ചെയ്യാൻ 1 കണ്ടാ. സെയിം ടൈമിൽ ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ കൈ ഇങ്ങോട്ട് വലിക്കുക, ഈ കാലും ഇങ്ങോട്ട് എടുത്ത് വെക്കുക. ഇങ്ങനെ തള്ളി കൊടുത്താൽ കണ്ടില്ലേ, ഇത് തള്ളി കൊടുത്താൽ ആൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകും. അങ്ങോട്ട് തള്ളുന്ന സമയത്ത് നമ്മൾ ഈ കൈ വിട്ടുകൊടുക്കുക. വിട്ടുകൊടുക്കുന്ന സമയത്ത് നേരെ പോയിട്ട് അടിക്കും. അപ്പോൾ ബാക്കൊക്കെ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇഞ്ചുറി ചെയ്യാം. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക. വൺസ് അഗൈൻ നല്ല സ്ലോവിൽ കാണിക്കുക. 1 കണ്ടാ, 2 വലിക്കുക, 3 4 അടിക്കുക. ശരിക്ക് തള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തള്ളുന്ന സമയത്ത് നമ്മൾ ഈ കൈ നമ്മൾ വിടും ചെയ്യണം. ഈ സൈഡിൽ നിന്ന് നോക്കാം. സെയിം 1
ക്യാച്ച് ചെയ്തു കണ്ടാ പഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിട്ടി ബ്ലോക്ക് ഈ കൈ വലിക്കുക 2 കണ്ടാ ഈ കൈ കണ്ടില്ലേ ഈ കൈ ഇവിടെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക നല്ലത് എന്നാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തള്ളാൻ സുഖം നേരെ തള്ളി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കൈ വിട്ടു കൊടുക്കും ഓക്കെ എന്തായാലും ഇന്നത്തെ ഈ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ മാക്സിമം ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്